കുറേ കാലത്തിന് ശേഷം. ടാറ്റ 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 ബൈ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കൊച്ചി കണ്ടവന് അച്ചി വേണ്ടാന്ന്. ഞാനതിൻ്റെ മീനിങ് ഒന്ന് ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് കൊച്ചി എന്ന് വെച്ചാൽ അത്രയും അടിപൊളി ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സ്വന്തം ഭാര്യയെ വരെ മറക്കും എന്നാണ്. അപ്പോൾ 1-2 ദിവസത്തേക്ക് നമ്മൾ കൊച്ചിയിലുണ്ടാവും. അങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു കോഴിക്കോടുകാരിയാണ് കേട്ടോ. ഞാൻ എവിടെയൊക്കെ പോയാലും എനിക്ക് തിരിച്ചെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം കോഴിക്കോട് തന്നെയാണ്. അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിൽ ഈയിടെയായിട്ട് ഇടിച്ചു കയറി വന്ന് സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കൊച്ചി. ഞാൻ കൊച്ചിയിലിത് എൻ്റെ 3rd ടൈമാണ് ഇപ്പോൾ വരുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് കാര്യമായിട്ട് കൊച്ചി കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കൊച്ചി കാണുന്നത് നമ്മളെ സ്കൂളിൽ നിന്നൊരു ടൂറുണ്ടായിരുന്നു. അപ്പം അതിലൊന്ന് ഇവിടെയായിരുന്നു. ഇവിടെ ഒരു പാലസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മണിച്ചിത്രത്തായി ഷൂട്ട് ചെയ്ത ഹിൽ പാലസിലായിരുന്നു ഞങ്ങൾ വന്നത്. നമ്മൾ ബുക്കിൽ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാൾ നമ്മൾ നേരിട്ട് അറിയുന്ന അനുഭവങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം അന്ന് കണ്ട ഓരോ കാഴ്ചകളും ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. പിന്നെ രണ്ടാമത് ഞാനിവിടേക്ക് വന്നത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ നേരെ വീട്ടിൽ നിന്ന് ഈ റിലേറ്റീവിൻ്റെ വീട്ടിലെത്തുന്നു. ഒരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം നേരെ തിരിച്ചു പോകുന്നു. 2 ദിവസം കൊണ്ട് മാക്സിമം കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്താവും നോക്കാം. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താണ്, ഇതെന്താണ്, ആ സ്ഥലം എവിടെയാണ്, ഈ സ്ഥലം എവിടെയാണ്. പക്ഷേ ആ ചേട്ടൻ വളരെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എനിക്ക് മെയിനായിട്ട് 2-3 ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്പർ 1, കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കാണാൻ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ളത് മൈൻഡിലുണ്ടായിരുന്നു. എനിക്ക് ഈ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലം കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഫോർട്ട് കൊച്ചിയിലാണ്, ഇവിടുന്ന് നല്ല ദൂരം ഉണ്ടെന്ന്. അപ്പോൾ തൽക്കാലം ആഗ്രഹം ഞാനൊന്ന് പെട്ടിയിൽ പൂട്ടി വെച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കാണാമല്ലോ ഈ ലുലു മോൾ കുറേ സെലിബ്രിറ്റീസൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും അവിടുന്ന് കണ്ടുമുട്ടിയാൽ അതും നല്ലതാണല്ലോ. എന്തായാലും അതത്ര നല്ലതായില്ല, ഞാൻ ഒരാളെ പോലും കണ്ടില്ല. എന്തായാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബോൾഗാട്ടി പാലസിലേക്കാണ്. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതെൻ്റെ 3ാമത്തെ പ്രാവശ്യമല്ല കേട്ടോ, 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ കൊച്ചിയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കോളേജിൽ നിന്നൊരു ട്രിപ്പ് വന്നപ്പം രാത്രി ഈ ലുലു മോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും നോട്ട് ദ പോയിന്റ്, രാത്രിയാണ് വന്നത്. അന്നാണെങ്കിൽ എനിക്ക് ഭീകര പനിയും, അതുകൊണ്ട് അന്നും എനിക്ക് കൊച്ചി മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ കഥകൾ ഓരോന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ ബ്ലാബ്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ അത് വേണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയൂട്ടോ. പൂർണ്ണമായിട്ട് നിർത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കാമല്ലോ. അങ്ങനെ നമ്മൾ ബോൾഗാട്ടി പാലസ് ഹോട്ടലെത്തി. ഹലോ ഗായ്സ്, എന്ത് പറഞ്ഞാലേ നല്ല മോഡല്ലേ പരീര. എന്നാൽ നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്? വന്ന പാടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ അറിയാതെ വന്ന വണ്ടിയിൽ വെച്ച് മറന്നുപോയി. ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ ആ ചേട്ടൻ വണ്ടി തിരിച്ച് വേഗം ഫോണ് തിരിച്ചു കൊണ്ട് തന്നു. അത് കഴിഞ്ഞ് കുറേ നേരത്തേക്ക് ഞങ്ങൾ കട്ട പോസ്റ്റായിരുന്നു. കാരണം ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടിയും കിടക്കയൊക്കെ അകത്തേക്ക് വെച്ച് ആ സോഫയിൽ കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ലോക കത്തിയടിയായിരുന്നു. പിള്ളേർ പാർക്കിൽ കളിച്ചു, ഞങ്ങൾ വർത്താനവും പറഞ്ഞിരുന്നു. കുറേ ടൈം നമ്മൾ പുറത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. വിശന്ന് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. ക്രൂയിസിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ കഴിച്ച ഞങ്ങളെ ഇവിടെ ട്രീറ്റ് ചെയ്തത് നല്ല സദ്യയൊക്കെ ആയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സദ്യ. അതായത് എല്ലാം ഉണ്ടായിരുന്നു. അവിയൽ, സാമ്പാർ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, അങ്ങനെ എല്ലാ ഐറ്റംസുമായിട്ട് നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. ഈ സദ്യ എന്ന് പറയുമ്പോൾ അവർ ഇല ഇട്ടിട്ട് ഇതൊന്നും വിളമ്പി തന്നതല്ല. ഓരോ പാത്രത്തിലായിട്ട് ഓരോ കാര്യങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടത് പോയിട്ട് എടുക്കാം. നോൺ വെജും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വെജാണ് എടുത്തത്. ഇപ്രാവശ്യം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയാണോ ട്രിപ്പ് പോകുന്നത് അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയില്ല. എല്ലാം ഞാൻ വീക്ക് വിട്ടു കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു മൂവി ഓർമ്മ വരുന്നുണ്ടോ? യെസ്, നമ്മുടെ വെള്ളി നക്ഷത്രം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഡീറ്റെയിൽ ആയിട്ട് അതിനെ മുന്നിൽ പോയിട്ട് ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാലസിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളും എനിക്ക് അവിടെയുള്ള ആളുകൾ പറഞ്ഞു തന്നു. അതെല്ലാം ഈ വീഡിയോൻ്റെ ലാസ്റ്റിലോട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ആ സിനിമയിലെ ഓരോരോ കാര്യങ്ങൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോളെയും കൂട്ടി ഒരു റീൽ അവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല.
പിന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ നമ്മളെ തന്നെ നോക്കുന്ന പോലെ ഒരു ഫീൽ വന്നപ്പോൾ അതങ്ങ് നിർത്തി. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഊബർ എത്തി. എല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് പോയത്. നമ്മുടെ ചെറുതാണെങ്കിൽ ലുലു എത്തുന്നവരെ വികൃതിയായിരുന്നു. നടന്നോളൂ, ഇല്ലെങ്കിൽ പറഞ്ഞില്ലേ മോനന്ന് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കാറിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് ഉറക്കാൻ നോക്കിയിട്ട് അവൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. മോളിലെത്തി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൾ കരച്ചിൽ തുടങ്ങി. പിന്നെ ഓരോരോ ഫീഡിങ് റൂം കയറിയിരിക്കലായിരുന്നു എൻ്റെ പരിപാടി. പിന്നെ മോനൊന്ന് ഉറങ്ങി തന്നതിന് ശേഷമാണ് ഞങ്ങൾ സമാധാനമായിട്ട് ലുലു മോളൊന്ന് കണ്ടത്. അങ്ങനെ ഞങ്ങളിത് മോളിലെത്തി. വിചാരിച്ച അത്ര ആളും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വർക്കിംഗ് ഡേ ആയിരുന്നു പോയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ തൊട്ടാണ് നമ്മുടെ ചെറുതിൻ്റെ മൂഡ് ആകെ മാറി തുടങ്ങിയത്. ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്നല്ല കേട്ടോ, ഒരു ഷോപ്പിങ്ങും എൻ്റെ മോന് ഇഷ്ടമല്ല. ഒരു 5-10 മിനിറ്റ് വരെ ഡീസൻ്റായിട്ട് നിൽക്കുമെങ്കിലും പിന്നെ കരയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഒരു വർഷമായിട്ട് ഞാൻ എല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്താറ്. ഇവിടെ വന്നെങ്കിൽ എന്തെങ്കിലും വാങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും നടന്നില്ല. കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. 2 പേർക്കും പോകേണ്ടത് 2 സെക്ഷനായിരുന്നു. അപ്പോൾ അവർ വേറെ വഴിക്ക് വിട്ടു, ഞങ്ങൾ വേറെ വഴിക്ക് വിട്ടു. ഇത് ഈ ഒരു ഡോള് കണ്ടോ, ഇതിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ മോൻ്റെ അതേ ഫേസ് കട്ട് പോലെ തോന്നി. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. മോൻ്റെ മൂഡ് അത്രയും നല്ലതായതുകൊണ്ട് ഞങ്ങൾ മാറി മാറി ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ലുലു മോളും ഏകദേശം ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. വണ്ടി വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതോ മോൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ പിള്ളേർ ഓരോ വികൃതികൾ, അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെ പ്രൈവസിയും മാനിക്കണം. നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കരുതി ചുറ്റുള്ള ആൾക്കാരുടെ അവരുടെ ഒരു നല്ല മൊമെൻറ്റ്സ് ഇല്ലാതാക്കരുത്. അതുപോലെ തന്നെ എനിക്കും അതത്ര നിർബന്ധമുള്ള കാര്യമല്ല. എനിക്കിപ്പോൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല മൊമെൻറ്റ്സ് വീഡിയോ ആക്കിയിട്ട് വെക്കണം, നിങ്ങളെ കാണിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും A to Z ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ നല്ല മൊമെൻറ്റ്സ് കാണാൻ കിട്ടണം, അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ എൻജോയ് ചെയ്യണം. പിന്നെ എൻ്റെ മോൻ കരയുന്നു, വാശി പിടിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നതല്ലാതെ അവരുടെ വീഡിയോസ് ഒന്നും എനിക്കിതിൽ പോസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ചിലപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സിമ്പതി എനിക്ക് കിട്ടിയേക്കാം. അയ്യോ പാവം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു സിമ്പതി കിട്ടിയേക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇതല്ല. ഈ ചെറുതൊക്കെ വലുതായി എന്താ പറയുക, പിന്നെ ഈ വീഡിയോസൊക്കെ നോക്കുമ്പം അവൻ്റെ ഇങ്ങനത്തെ കുറേ എന്താ പറയുക കരയുന്നതും വാശി പിടിക്കുന്നതൊക്കെ കണ്ട് ഇനി ഫ്രണ്ട്സൊക്കെ കളിയാക്കും. എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാരണം ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവരുതെന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മളെ ഭാഗത്തുനിന്ന് സംഭവിക്കും. മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയിൽ ആദ്യ ദിവസം പകുതിയോളം ആ പാലസിൻ്റെ മീൻസ് ആ ഗ്രൗണ്ട് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫുള്ള്. ഞാൻ പറഞ്ഞല്ലോ ചെക്ക് ഇൻ ചെയ്യാൻ കുറേ ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ പുറത്തിരുന്ന് ഫുള്ള് കത്തിയടിയും അവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു പരിപാടി. അതിനൊരു നഷ്ടബോധമൊന്നും ഇല്ല കേട്ടോ, കാരണം അവിടെ അതിന് മാത്രം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് തൊട്ട് രാത്രി കഴിഞ്ഞു, ഒരു ദിവസം മൊത്തം കഴിഞ്ഞു. ഫുള്ള് ഞങ്ങൾ ലുലു മോളിലായിരുന്നു. ആരുട്ടിക്കാണെങ്കിൽ നമ്മുടെ അച്ചുക്കുട്ടനുള്ളത് കൊണ്ട് ഈ ട്രിപ്പ് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളും അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവളുടെ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വണ്ടി വന്നു, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി.
അങ്ങനെ സെക്കൻഡ് ഡേ രാവിലെ എല്ലാവരും കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഈ ഒരുക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് തീർന്നു പോകും. അതുപോലെ 2 പിള്ളേരെയും ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ മോനെ എടുക്കും, അല്ലെങ്കിൽ ഞാനെടുക്കും. ആദ്യം ആരാണോ കഴിക്കുന്ന ആ ആൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോയിൽ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കുട്ടീനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ ആരും എടുക്കാറില്ല. അവരെടുത്തുകൊണ്ട് നടക്കുമ്പോഴാണല്ലോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. പിന്നെ എൻ്റെ കയ്യിൽ വരുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. ഒന്നെങ്കിൽ പാല് കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉറങ്ങേണ്ടി വരും. അപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു കണ്ടീഷനായിരിക്കില്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, പറ്റുന്ന നല്ല മൂഡിലിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ സെൽഫി വീഡിയോസ് എടുത്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മോള് ജനിച്ചിട്ട് 1 വയസ്സ് വരെയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊന്നും പോലും എൻ്റെ ഫേസില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെക്കുക എന്നല്ലാതെ ഞാനും മോളായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് നിർബന്ധമാണ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണം എന്നുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ഈ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ മുറ്റം വരെ എൻട്രി ഉള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. സത്യത്തിൽ ഞങ്ങൾ ഇവിടെയായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്, പക്ഷെ ഞങ്ങൾ നോക്കിയ ഡേറ്റിന് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞാനിവിടെ ഈ പാലസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ചുമ്മാ ഇത് കാണാൻ മാത്രമേ പറ്റൂ, ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല എന്നാണ്. പിന്നെ അവിടെയുള്ളൊരു ആളുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടെന്ന്. അത് കേട്ടപാട് എൻ്റെ മനസ്സിൽ വന്ന് എന്താ പിന്നെ ഇവിടെ എടുക്കാതിരുന്നതെന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം ട്രിപ്പിൻ്റെ കാര്യം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈ വീഡിയോ എടുത്ത് കഴിയലും ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചത് എന്താ ഇവിടെ എടുക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും കാണാനെങ്കിലും പറ്റിയല്ലോ, അത് മതി, അങ്ങനെ സമാധാനിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാലസിൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത്. 1744 ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 270ഓളം വർഷം പഴക്കമുണ്ട് ഈ ഒരു കൊട്ടാരത്തിന്. ഇപ്പോൾ ഈ പാലസ് KTDCൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ കുറേ സെക്യൂരിറ്റീസും കാര്യം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ചേട്ടനാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും പച്ചപ്പും ഹരിതാഭയും, പിന്നെ മുന്നിൽ കായൽ, പിന്നെ ഒരു ഇളം കാറ്റ് ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറേ കിളികൾ കരയുന്ന സൗണ്ടും. എൻ്റെ അമ്മ ഒരു രക്ഷയല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇൻഫർമേഷൻസ് ചോർത്തിയെടുത്തു. ഈ പാലസിൻ്റെ പേര് ബോൾഗാട്ടി പാലസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ കുറേ റൂമുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. മറ്റേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടേക്കോ മാറ്റിയത്രേ. അപ്പോൾ ഇവിടെ കുറേ പേര് ഇപ്പോൾ താമസിക്കുകയാണ്. ഈ റിസോർട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന പോലെ ഈ പാലസിൽ വന്ന് നിൽക്കുകയാണ്. ഒരു റൂമിന് 8000 രൂപ അങ്ങനെ എന്തോ ആണ് ഇവിടെ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു കുറേ ലക്ഷങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. 8000 രൂപ എന്തോ ആണ് ഇവിടെ നിൽക്കാനുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി വിടുന്നില്ല. ഈ ഒരു ഏരിയ കല്യാണത്തിന് വേണ്ടിയിട്ട് റെൻറ്റിനൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ഹൽദി ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. 2 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ വാടക. പക്ഷേ വേർത്താണ്, നല്ല അടിപൊളി, ഇത്രയും ഏരിയ, നല്ല അടിപൊളി സ്ഥലം, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പപ്പയും മക്കളും സ്വിമ്മിംഗ് പൂളിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. ഞങ്ങൾ ശരിക്കും പിറ്റേ ദിവസം പോകേണ്ട ആൾക്കാരായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മോളുടെ ട്രിപ്പ്, അത് കാരണമാണ് ഞങ്ങൾ തലേന്ന് ഇത്ര നേരത്തെ പോകുന്നത്. വൈകുന്നേരമാണ് നമ്മൾ ട്രെയിൻ ഉള്ളത്, അതുവരെ ടൈമുണ്ട്. ഞാൻ എൻ്റെ ആഗ്രഹം തീരുന്നവരെ 2 ദിവസം ഞാൻ ഈ ഊഞ്ഞാലാടിയിട്ടുണ്ട്. ഞാൻ കഥകളൊക്കെ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബുക്കുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കും. കുറച്ച് കാലമായിട്ട് ഞാനതൊക്കെ നിർത്തി വെച്ചതായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കുറച്ച് നല്ല നല്ല കുറേ മെമ്മറീസ് വന്നു. അപ്പോൾ ഞാൻ വീണ്ടും ആ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അത്ര അധികം ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ബദാം കിട്ടി കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 4ാം ക്ലാസ് വരെ ഞാൻ നടന്നിട്ടായിരുന്നു പോവാറ്. അപ്പോൾ വഴി കിടക്കുന്ന എല്ലാ ബദാമും ഞാൻ കീശയിൽ നിറക്കിയായിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുത്തി കുത്തി പൊട്ടിച്ചിരുന്ന് തിന്നും. ഇത് കണ്ടപ്പോൾ വീണ്ടും അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ വേഗം ഞാനൊരു കല്ല് സംഘടിപ്പിച്ചു. നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഗൈസ്. കുറേ കാലത്തിന് ശേഷം വീണ്ടും. എൻ്റെ ഈശ്വര, പോകുന്നല്ലോ, കൈവേദനയാണ് ഗൈസ്. എന്ത് ചെയ്യാം? അയ്യോ എന്ത് പഠിച്ചേ. ഇത് ചമ്മന്തി ആയെന്നാ തോന്നാം. നോക്കട്ടെ. യാ ഗോട്ട് ഇറ്റ്. ഞാൻ കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എന്ത് ചോദ്യമല്ലേ. കുറച്ച് ചമ്മന്തി ആയിപ്പോയി, കാരണം പ്രോപ്പറായിട്ട് പൊട്ടിക്കേണ്ട രീതി മറന്നുപോയി.
ആരും പേടിക്കേണ്ട ഗൈസ്, ഇത് ഞാൻ തന്നെയാണ്, വട്ടൊന്നും ആയിട്ടില്ല. ചുമ്മാ അവിടെ കുറേ ഇങ്ങനത്തെ പൂ കണ്ടപ്പം വെറുതെ വെച്ച് വെക്കിയതാണ്. ഒരു ആഗ്രഹവും നമ്മൾ നാളത്തേക്ക് വെക്കരുതെന്നല്ലേ. കുറച്ച് നേരത്തെ റെഡി ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സമയം കിട്ടി. അപ്പോൾ പിള്ളേരെ ഞാൻ അവിടെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ പാലസിനോടും ഈ ഹോട്ടലിനോടൊക്കെ വിട പറയുകയാണ്. ഇവിടെ നിന്ന സമയം അത്രയും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തൽക്കാലം ഞങ്ങളെ ബാഗ് എടുത്തിട്ട് ഫ്രണ്ട്സിൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. കാരണം നമുക്ക് വൈകുന്നേരം വരെ ടൈം ഉണ്ടല്ലോ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ എത്ര വയസ്സായെന്ന് പറഞ്ഞാല് അവര് ലൈസൻസ് തന്നില്ല. ഞങ്ങൾ നേരെ വിട്ടത് കൊച്ചിയിലെ മാർക്കറ്റിലേക്കാണ്. എനിക്ക് ശരിക്കും തോന്നിയത് നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവ് പോലെയാണ്. ഓരോ സാധനങ്ങൾ കണ്ടും മേടിച്ചും ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴാണ് എത്ര ദൂരമാണ് നടന്നതെന്ന് കറക്റ്റ് മനസ്സിലായത്. പക്ഷെ കാര്യമായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയോ എന്ന് ചോദിച്ചാൽ ഒന്നും വാങ്ങിയിട്ടില്ല. കാരണം നമ്മൾ തലേ ദിവസമാണല്ലോ ലുലു മോളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയത്. അതുകൊണ്ട് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ വാങ്ങിയെന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീന് ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങുന്നതാണ്. ഫുഡ് കഴിക്കാൻ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. അതായത് ഈ റെസ്റ്റോറൻറ്റിന് നേരെ ഓപ്പോസിറ്റാണ് മറൈൻ ഡ്രൈവ്. ഞങ്ങൾക്ക് 7 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് നമ്മളെ ബാഗ് എടുത്തിട്ട് വേണം സ്റ്റേഷനിലേക്ക് പോകാൻ. കൊച്ചിയോടുള്ള എൻ്റെ ഒരു ഇമ്പ്രഷൻ കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ലെങ്കിലും കണ്ട എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് 2 പേർക്ക് ഈ ഒരു ടോയ് വാങ്ങിക്കൊടുത്തതിന് ശേഷം അവർ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അവരെ കൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും, അല്ലെങ്കിൽ എവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കളിച്ചോളും. എന്തായാലും ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ പോയത്. ഈ സ്ഥലം പോലെ അടിപൊളിയായിട്ടുള്ള 2 പേരാണ് ഞങ്ങളുടെ കൂടെ വന്നതും. 2 അല്ല 3, എൻ്റെ അച്ചുകുട്ടനും. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലെത്തി ബാഗ് എടുത്ത് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇനിയും കാണാലോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞു അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് വിട്ടു. സ്റ്റേഷൻ തൊട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. നമ്മുടെ വികൃതി കൂട്ടിന് 10 മിനിറ്റ് പോലും മര്യാദയ്ക്ക് എന്നെ ആ സീറ്റിലിരിക്കാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ ട്രെയിനിൽ കയറി 3/4 സമയവും ബാത്റൂമിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ ട്രെയിനിലെ ബാത്റൂം എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടല്ലോ, പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നല്ല വൃത്തിയില്ല, അതായത് നല്ല പെയിൻറ്റൊക്കെ അടിച്ച് പുതുതായിട്ട് നിർമ്മിച്ചൊരു സംഭവം ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. കുറേ നേരത്തെ ബഹളമൊക്കെ ഉണ്ടാക്കലിന് ശേഷം ആൾ ഉറങ്ങിപ്പോയി. അവൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവൻ ഉറങ്ങുന്ന സമയത്ത് അവന് ചുറ്റും ആരും പാടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി ഭയങ്കര കളിയാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ കോഴിക്കോട് എത്താനാവുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നെയാണ് മോൻ ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10:30 ആകുമ്പോഴത്തേക്കും കോഴിക്കോട് എത്തി. അപ്പോഴേക്കും എൻ്റെ അമ്മയും ഏട്ടനും ഏട്ടത്തിയും ഒക്കെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മോളാണെങ്കിൽ ട്രെയിൻ കയറിപ്പോൾ ഉറങ്ങിയ ഉറക്കമാണ്. പിന്നെ എഴുന്നേറ്റത് കോഴിക്കോട് എത്തിയപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. മാമൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ എന്തോ സൂപ്പർ പവർ കിട്ടിയ അവസ്ഥയാണ് എൻ്റെ മോന്. പിന്നെ എല്ലാവരും ചവിട്ടിയും തള്ളിയൊക്കെ മാറ്റലാണ് അവൻ്റെ പരിപാടി. ഞങ്ങളെ ഫ്ലാറ്റിലാക്കി അവർ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പുത്രൻ എന്ത് കളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. എങ്ങോട്ടാ പോണ്ടത്? വിളിക്കട്ടോ, പപ്പനെ വിളിക്കൂ. നമ്മൾ ചെയ്യുന്നൊക്കെ അറിയില്ലേ? വിളിക്കട്ടോ മോയെ. അത് അത്രയും വന്നിട്ടോ പോന്നു അതാണ് അതൊക്കെ.
അവസാനം അതൊരു കരച്ചിലാണ് അവസാനിച്ചത്. അത് കണ്ടു നിൽക്കാനാവാതെ ഏട്ടൻ പറഞ്ഞു നമുക്ക് താഴെ വരെ കൊണ്ടുപോകാം, എന്നിട്ട് അവൻ്റെ മൂടൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ അവർ ചാച്ചാ ബൈ ബൈ പറഞ്ഞു പോയി. തൽക്കാലത്തേക്ക് ഞാനും ചാച്ചാ പറയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.